എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ്. ഉമർ ഫൈസി ഉസ്താദ് അവർകൾ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത ആലോചിക്കുകയാണ്. മെമ്പറായപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച ആദ്യത്തെ ആള് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി പൗരാവലി സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലെ ഒരു പരിപാടിയാകുമ്പോൾ, അതും പൗരാവലി തീരുമാനിച്ച പരിപാടിയാകുമ്പോൾ അതിനോട് എതിർപ്പ് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വരാം എന്ന് തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും വരാൻ പറ്റൂല. ആരും ദേഷ്യം പിടിക്കണ്ട, ഞാൻ എൻ്റെ കാഴ്ചപ്പാടാ പറയണത്. ഒരു മനുഷ്യനെങ്ങനെ ഇരുത്തിയിട്ട് വേറുള്ളവര് ഓൻ്റെ മധുഹ അങ്ങനെ പറയുക, കുറേ കേൾക്കുമ്പോൾ പിന്നെ അത് നമുക്ക് തന്നെ ഇഷ്ടമായി. ഇനി അത് പറയാഞ്ഞാൽ പറയാത്തോലോട് ദേഷ്യമാകുമോ എന്നുള്ള പേടിയിലാണ് അപ്പം ഞാനുള്ളത്. എനിക്ക് ഈ സ്റ്റേജിന്മേൽ പോയോ, കുഞ്ഞാപ്പി പോയോ, ഈ സ്റ്റേജിന്മേൽ കൂടിയോലയിൽ നല്ല മാനസികമായ വിഷമമുള്ള ഒരാൾ കുഞ്ഞാപ്പിയാണ്. മനസ്സിൽ വിഷമമുണ്ട്, ദേഷ്യമുണ്ട് എന്നുള്ളത് തുറന്നു പറഞ്ഞാൽ പിന്നെ പൊരുത്തപ്പെടാനൂടിയും പറയാലോ. ആരും നിങ്ങൾ പേടിക്കണ പേടിയല്ല കേട്ടോ ഞാൻ പറയാൻ പോണത്. ഈ കുഞ്ഞാപ്പിനോട് ഭയങ്കര ദേഷ്യം തോന്നാനുള്ള കാരണം എനിക്കറിയാം. ഇവിടുത്തെ ഇടതുപക്ഷ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ഏത് വലിയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നാലും ലോക്കൽ കമ്മിറ്റിയിൽ അവരെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്തായാലും അന്വേഷിക്കാതിരിക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് എന്ന് പറഞ്ഞ ആളെ ഹജ്ജ് കമ്മിറ്റി മെമ്പറാക്കണം എന്നുള്ളൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ലോക്കൽ കമ്മിറ്റിയോട് അത് അന്വേഷിച്ചിട്ടുണ്ടാകണം. അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള സൂചന പക്ഷേ അന്വേഷണം കഴിഞ്ഞ് ഇവരുടെ റിപ്പോർട്ട് പോയതിൻ്റെ ശേഷമാണ് എനിക്ക് കിട്ടിയത്. അല്ലെ കുഞ്ഞാപ്പിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കുഞ്ഞാപ്പി അങ്ങനെ വാങ്ങണ ആളാണ് എന്നല്ലട്ടോ ഞാൻ ഈ പറയുന്നത്. വാങ്ങലുണ്ടോയെന്ന് എനിക്ക് അറിയൂല. എന്നാലും എന്തെങ്കിലും കൊടുത്തിട്ട് തൽക്കാലം മൂപ്പര് പല വിഷയത്തിലും വളരെ ഉഷാറാണെങ്കിലും ഗവൺമെൻറ് ഉദ്ദേശിക്കണ ഈ പരിപാടിക്ക് മൂപ്പരല്ല നല്ലത് എന്നുള്ള ഒരു വരി പറഞ്ഞിരുന്നെങ്കിൽ ഗവൺമെൻറ് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ സ്വീകരണം ഏറ്റു വാങ്ങാതെ കഴിയുമായിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് പറഞ്ഞു, ഹജ്ജ് ചെയർമാനാവുക എന്നറിയണത് അംഗീകാരം തന്നെ, അത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ വിരൽ ചൂണ്ടി. ഈ സ്വീകരണത്തിന് വന്നപ്പം തന്നെ എന്നെ അലട്ടിയൊരു പ്രയാസം എന്താണ്, എന്നെ മർക്കസിലേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ തൊവ്വലല്ലാഹു ഉംറഹു ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി നിർബന്ധം കാണിച്ച് പറഞ്ഞയച്ച എൻ്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട വിളയിൽ അലി ഫൈസി ഉസ്താദ്. ബഹുമാനപ്പെട്ടവർക്ക് സുഖമില്ല, സ്റ്റേജിമൊക്കെ കയറ്റി ഇരുത്തണമെങ്കിൽ തന്നെ പ്രയാസമാണ്. അപ്പം അതേസമയം ബാലത്തിൽ ബാപ്പു സാഹിബ്, അതുപോലെ ഇവിടുത്തെ MLA PK ബഷീർ സാഹിബ്, അതുപോലെ പ്രധാനപ്പെട്ട പലരും ഉള്ളത് കൊണ്ട് മുന്നിലെ കസേര ഫില്ലായപ്പോൾ ഇനി നമ്മൾ അവരെ ആരെങ്കിലും എണീപ്പിച്ചിട്ട് ഉസ്താദിനെ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ തോഫീക്ക് ജ്വല്ലറിൻ്റെ പാർട്ട്ണറായ പുളിയക്കോട് മേൽമുറി ഭാവനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു കസേര ഒഴിവാക്കുമ്പോൾ ഉസ്താദിനെ എന്തായാലും ഇങ്ങോട്ട് ആക്കാൻ പറ്റുമെങ്കിൽ, ഉസ്താദിനെ എടുത്തിങ്ങോട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ ആക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിലായതുകൊണ്ടാണ് ഈ പരിപാടി വരാം എന്ന് ഞാൻ ഏറ്റത്.
ഈ ഞാനിപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഗണപതി UP സ്കൂളിൻ്റെ പരിസരമാണ് അല്ലേ സാഹിബ്? ഈ ഗണപതി UP സ്കൂള് എന്ന് പറയുന്ന ഈ സ്കൂള് നിന്ന സ്ഥലം ഒരു കൊല്ലം മുഴുവനായിട്ടും, അഥവാ ഞാൻ 5ാം ക്ലാസ്സിൽ ചുള്ളിക്കോട് LP സ്കൂളിൽ 4ാം ക്ലാസ് പഠിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് 5ാം ക്ലാസ് മുഴുവനായിട്ടും ഞാൻ പഠിച്ചത് ഇവിടെയാണ്. 6ാം ക്ലാസ്സിൽ കുറച്ച് സമയം, വളരെ കുറഞ്ഞ സമയം 6ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർമ്മ വരല് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന കമലാക്ഷി ടീച്ചറെ ഓർമ്മ ഉണ്ടാകാൻ കാരണം എനിക്ക് തോന്നുന്നു അന്ന് 5 ബിയിലോ മറ്റുമാണ്. അല്ല, മുന്തിയ കുട്ടികളൊക്കെ 5 ഏലാണ് ആക്കുക. അതിൽ കുറച്ച് പിന്നിലുള്ള പോലെ 5 ബിയിലാണ് ആക്കുക. അങ്ങനെയാണ് ഞാൻ 5 ബിയിലായത്. ഇംഗ്ലീഷ് ക്ലാസ് ശ്രദ്ധിക്കുന്നത് കുട്ടികൾ ആരും ഇല്ല എന്ന് പറയാം അന്ന് അതിൽ. പക്ഷെ ടീച്ചർക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. അതെന്താണ്, ടീച്ചർ പഠിക്കാൻ പറഞ്ഞതൊക്കെ ഞാൻ പഠിച്ചിട്ടു. അതുപോലെ അവരെ ഹസ്ബൻഡാണെന്ന് എനിക്ക് തോന്നുന്നത് തങ്കപ്പൻ മാഷ്. ആ തങ്കപ്പൻ മാഷയും കമലാക്ഷി ടീച്ചറെയും ഞങ്ങൾക്ക് ഹിന്ദി പഠിപ്പിച്ച കണ്ടംകുട്ടി മാഷാണോ ഇനി നമ്പീശം മാഷാണോ എന്നറിയില്ല, രണ്ടിലും ഒരാളാണ്. അതുപോലെ ഉറുദു പഠിപ്പിച്ച ഇബ്രാഹിം കുട്ടി മാഷ് എന്നാണ്. അവരൊക്കെ ഇങ്ങനെ അടുത്തുള്ള ഒരവസ്ഥ. നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരൂടി അടുത്തുണ്ടെങ്കിൽ, ഇപ്പൊ മമ്മൂക്കർ സാഹിബ് ഉണ്ടായപ്പോൾ എനിക്ക് എത്ര സന്തോഷമാണ്. ഞാൻ കേരള ഹൈക്കോടതിയിൽ 5-6 ദിവസം ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വാദം നടത്തി. കോടതി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കണ്ണുക്കും നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹം. ഇന്ന് കോടതിയിൽ എൻ്റെ സീനിയർ അമ്മൂക്കർ സാഹിബും എന്നെ എല്ലാമാക്കി ഞാൻ എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ട് അവിടെയൊക്കെ എത്തിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു അംറഹു, അവര് രണ്ടുപേരും ഈ കോടതിയിൽ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി നിയോഗിക്കപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്നെ അങ്ങേയറ്റം സ്നേഹിച്ച അബൂ താലിബ് ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഈ അവസ്ഥ കണ്ടിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷമാകുമായിരുന്നു. അതുപോലത്തെ ഒരവസ്ഥ, അതേ അവസ്ഥ ഇന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ഗണപതി സ്കൂളിപ്പോൾ ഇവിടുന്ന് മാറി കുറച്ച് അപ്പുറത്തേക്കായിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെ ചുള്ളിക്കോട്ടുകാർക്കൊക്കെ അന്ന് ഈ വലിയ ഉരുളൻ കല്ല് നിറഞ്ഞ കീശേരി തവനൂര് റോഡിലൂടെ നടന്നിട്ട് വേണം. അന്ന് കീശേരിയും കരണ്ടില്ല, ചുള്ളിക്കോട് ഏതായാലും ഇല്ല. കീശേരി കരണ്ടുണ്ടോന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഗണപതി സ്കൂളിൻ്റെ വലഭാഗത്തായിട്ട് ഇവിടെ ഒരു കിണറുണ്ടെന്ന്. ആ കിണറിന്ന് പച്ചവെള്ളം മുക്കി കുടിച്ചാണ് ഉച്ച സമയം ഞങ്ങൾ കഴിച്ചു കൂട്ടൽ. വാപ്പ അന്ന് സമസ്തയുടെ മുഫത്തിഷാണ്. മാസത്തിലൊരിക്കൽ വെള്ളിയാഴ്ച ശമ്പളം വാങ്ങി വരുന്ന വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച, ഈ താഴെ ബസ് സ്റ്റോപ്പും മേലെ ബസ് സ്റ്റോപ്പും ഒക്കെ അന്ന് സ്കൂൾ കുട്ടികളുടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവു സമയങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ഇന്ന് സ്കൂൾ കുട്ടികളൊക്കെ വല്ല പെൺകുട്ടികളെയും കൂടെ വല്ല മരത്തിൻ്റെയും ചോട്ടിൽ അവരെന്തൊക്കെ സംസാരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുന്നല്ല. അന്ന് നമ്മളെ സ്കൂളിൽ അടുത്ത് ഇരിക്കണ പെൺകുട്ടിനോട് വരെ നമ്മൾ പുറത്തിറങ്ങിയാലും മിണ്ടാൻ പേടിയ ആൾക്കാരെങ്ങനെ. ഞാനിപ്പോഴും ആലോചിക്കും, ചുള്ളിക്കോട്ടുള്ള മാനിയാക്കാൻ്റെ ഒരു മകളുണ്ട് എൻ്റെ കൂടെ പഠിച്ച്. ഞാനും ഓളും കൂടി ഉറുദു ക്ലാസ്സിലാണ് എന്നാ തോന്നുന്നു. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ആ 1-ാം മൈലൊരു കാക്ക അണ്ടി പറിക്കുന്നുണ്ട്, കശുമാവുമെന്ന്. നിങ്ങൾ രണ്ടാളും എപ്പോഴും ഇങ്ങനെയല്ലേ, എന്താ അതിൻ്റെ അർത്ഥം കൂടി അന്ന് മനസ്സിലായിട്ടില്ല. ആ മാനിയാക്കാൻ്റെ ഖബർ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വാപ്പ ചേളാരിന്ന് അന്ന് മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച ശമ്പളം വാങ്ങി വരുമ്പോൾ മേലെ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് അന്നൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ പേരെന്താന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഹോട്ടലൊന്നും ഇപ്പം ഇല്ല, എത്രയോ കൊല്ലം മുമ്പല്ലേ. അങ്ങനെ അവിടെ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിത്തരുന്ന ഒരു ദിവസം മാത്രമാണ് ഉച്ചക്ക് ചോറ് കഴിക്കൽ. ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാൻ തുടങ്ങിയത്
സ്കൂള് നിർത്തി 2 മാസം ഇവിടെ കുഴിമണ്ണ നമ്മളാ ജുമായത്തുള്ളിൽ വെളുത്തടുത്ത് പള്ളിയിൽ 2 മാസം ഓതി. അന്ന് ആ മഹലിലെ ഏറ്റവും വലിയ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ആചാര വീട്ടിലാണ് എനിക്ക് ഭക്ഷണം ആ 2 മാസം ഉച്ചക്ക്. എന്നാ പോലും നല്ല നെല്ലുത്തിയരിൻ്റെ കഞ്ഞി, അന്ന് ചോറ് ഉച്ചക്ക് കഴിക്കണ കാലമായിട്ടില്ല എന്ന് ചുരുക്കും. പിന്നീട് അവിടെ വിട്ട് ഞാൻ ബേപ്പൂര് എൻ്റെ എളാപ്പ ചുള്ളിക്കോട് ഖാദി ബഹുമാനപ്പെട്ട CS അബ്ദുള്ള മുസ്ലിയാർ 2 കൊല്ലം ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഓതിയിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരെടുക്കൽ ബേപ്പൂർ ഓതാൻ തുടങ്ങിയതിന് പോയതിൻ്റെ ശേഷമാണ് ദർസിന്ന് ചോറ് കഴിക്കാൻ തുടങ്ങിയത്. ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഉച്ചക്ക് ചോറ് കഴിക്കാൻ തുടങ്ങിയത്. അതും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട്. അപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ഈ ഗണപതിയുടെ ഓപ്പോസിറ്റ് ഈ വലഭാഗത്ത് ഇവിടെ എവിടെയാണെന്നാ തോന്നുന്നു. ഇപ്പം അവിടെയൊക്കെ റോഡായിപ്പോയി. അവിടെയുള്ള ആ കിണറിന്ന് പച്ചവെള്ളം കുടിച്ച് ജീവിച്ച ആളാ ഞാൻ. ഇവിടെ സംസാരിച്ചവരൊക്കെ എന്നെപ്പറ്റി എന്തൊക്കെ മധുവും മഹാത്മ്യവും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അതൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ഇലിയൻ മുഹമ്മദ് അലി അല്ലേ, ഇവിടെ അല്ലേ ഇനി വീടുണ്ടായി, നവ്വറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അംസാജി തൊട്ടപ്പുറത്ത്. അതിൻ്റെ അപ്പുറത്ത് നമ്മളെ പിന്നെ ഇതുപോലെ പലചരക്ക് സാധനമൊക്കെ കച്ചവടം ചെയ്യല്ല. ഇതുവരെ എനിക്ക് പേര് ഓർമ്മ ഉണ്ടായിരുന്നു. അമ്മൂട്ടിയാജി ഉണ്ട് ഒരു ഭാഗത്ത്, വലഭാഗത്ത് അമ്മൂട്ടിയാജി, അതിൻ്റെ ഇപ്പുറത്ത് നമ്മളവിടെ മൊയ്തീൻ കുട്ടിയാജി, കടുങ്ങല്ലൂർ വൈദ്യ കുട്ടിയാജി, ഞാനും ഒക്കെ പോയിട്ട് ആ പാറക്കണ്ടി അല്ലാഹു തആല അവരുടെയൊക്കെ പരലോകം നന്നാക്കി കൊടുക്കുമാറാട്ടെ. ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോയിരുന്ന് സംസാരിച്ച്, നേരത്തെ കുഞ്ഞാപ്പി പറഞ്ഞതുപോലെ നമ്മളാ ഓഫീസിൽ പോയിരുന്ന് സംസാരിച്ച് എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പിന്നെ കാറ് ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ പറയണത്. സ്വന്തം കാറായപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് കാറെടുക്കും, മർക്കസിലേക്കാണ് പോകണമെങ്കിൽ അവിടെ പോയി നിർത്തും, മഞ്ചേരി കോടതിയിലേക്കാണ് പോകണതെങ്കിൽ അവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുള്ളിടത്ത് കിട്ടാൻ കുറച്ച് നേരത്തെ പോയി അവിടെ നിർത്തി അവിടെ നിന്ന് അങ്ങോട്ട് കോടതിക്കും ഓഫീസിലേക്കും കടക്കും. ബസ് കാത്തു നിന്നിരുന്ന കാലത്ത് ബസ് വരാൻ നേരം വൈകുമെങ്കിൽ തൊട്ടടുത്ത കടയിൽ വിശ്രമിക്കും. അതുപോലെ ബസ് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. തവനൂർ റോട്ടിലേക്ക് കയറി നിന്ന ജീപ്പ് കാത്തിരിക്കുന്ന അനവധി ആളുകളുണ്ടാവും. ആ ജീപ്പിനങ്ങോട്ട് തേനീച്ച പൊതിയുന്ന മാതിരി ആൾക്കാർ പൊതിഞ്ഞിട്ട് ജീപ്പ് കാണൂല, 4 ഭാഗം ചുറ്റി നിൽക്കുന്ന ആളുകളെ കാണുള്ളൂ. അവരോടൊക്കെ ഈ യാത്രക്കിടയിൽ പല സംസാരങ്ങളും നടത്തും. ആ രീതിയിൽ നിങ്ങളെ കൂടെ നാട്ടുകാരനായി ജീവിച്ച ഒരാളാണ്. ഇനി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അല്ല, അതിൻ്റെ അപ്പുറം എന്തെങ്കിലും സ്ഥാനം അള്ളാഹുവിൻ്റെ ഖലായിൽ ഉണ്ടെങ്കിൽ, ഇത്തരം സ്ഥാനമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഖലാഹ് ഉണ്ടെങ്കിൽ നിർവാഹമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നും ഇന്നും എന്നും ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾ തന്നെയാണ്. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റാത്തതോ, നിങ്ങൾ ഫോൺ വിളിച്ചാലോ അല്ലാതെയോ വിളിച്ചാലോ ഉത്തരം ചെയ്യാത്ത ആളോ, മൂപ്പരടുത്തേക്ക് എങ്ങനെ പോവുക, വലിയ സ്ഥാനത്തല്ലേ എന്ന് ചിന്തിക്കേണ്ട ആളൊന്നുമല്ല. ഞാൻ സാധാരണക്കാരനായ ഒരാളാണ്. ഈ ബന്ധം അങ്ങനെ വളർന്നു വന്നു. പക്ഷേ വീട്ടിലെ ദാരിദ്ര്യവും മറ്റുമൊക്കെ കാരണം സ്കൂൾ പഠനം തുടരാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് വന്നു. അങ്ങനെയാണ് ഞാൻ ഓതാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഓതാൻ പോകുന്നത് എളാപ്പാൻ്റെ കൂടെ തന്നെ, അവരെ കൂടെ വെളുത്തടുത്ത് പള്ളിയിൽ 2 മാസം ഓതി. അപ്പോഴേക്ക് നോമ്പിൻ്റെ സമയമായി. അത് കഴിഞ്ഞതിന് ശേഷം ബേപ്പൂര് പോയി 2 കൊല്ലം അവിടെ ഓതി. പിന്നീട് അവിടെ നിന്ന് പറമ്പത്ത് പോയി 2 വർഷം ഓതി. അങ്ങനെ 4 കൊല്ലം പള്ളി ദർസിൽ ഓതിയപ്പോൾ ഈ ഇരിക്കുന്ന ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ നല്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വാക്കാം. ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഇവിടെ നല്ല സ്ഥലമാണ്. ഉസ്താദ് പറഞ്ഞു, അതല്ല, ഞാൻ മാത്രം ഓതി തന്നാൽ നിന്നെപ്പോലുള്ളവർക്ക് മതിയാകൂല. പല കഴിവുകളുള്ള ഉസ്താദുമാർ പഠിപ്പിക്കുന്ന സ്ഥാനത്താണ് നിന്നെപ്പോലുള്ളവരെത്തേണ്ടത്.
അങ്ങനെ എ പി ഉസ്താദിൻ്റെ കയ്യിൽ എന്നെ കൈപിടിച്ചേൽപ്പിച്ച് എൻ്റെ കുട്ടിയാണ് ഉസ്താദ് നല്ലതുപോലെ നോക്കണം എന്ന് പറഞ്ഞ് എ പി ഉസ്താദിനോടും മർഹൂം പാറന്നൂർ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദവും ആ രണ്ട് ഉസ്താദുമാരെയും ഏൽപ്പിച്ച് തിരിച്ചു പോകുന്ന ഉസ്താദാ. പിന്നെയും ഇടക്കിടക്ക് ശിഷ്യന്മാരെ കാണാൻ അങ്ങോട്ട് ചെല്ലണ ഉസ്താദിനെ എനിക്ക് പരിചയമില്ല. പക്ഷേ ഈ ഉസ്താദ് പിന്നെയും പലപ്പോഴും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, എല്ലാ സുഖങ്ങളും അല്ലാഹ് ഷിഫിയാക്കി കൊടുക്കുമാറാണ്. ആ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ഓതാൻ പറമ്പത്ത് പോയില്ലായിരുന്നെങ്കിൽ ഈ ഉസ്താദ് എന്നെയും കൊണ്ട് മർക്കസിൽ പോകലുണ്ടാവൂല. മർക്കസിൽ ഞാൻ എത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ എൻ്റെ ഒരുവിധ പുരോഗതിയായി നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന എന്തൊക്കെ എനിക്കിന്ന് ലഭ്യമാണോ ആ പുരോഗതി മുഴുവനും ആർജിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ ത്വവ്വലല്ലാഹു ഉംറഹു ഉസ്താദ് അവറുകളുടെ ആ ഗുരുത്വവും ഉസ്താദിൻ്റെ ആ പിന്തുണയും ഉസ്താദിൻ്റെ ആ സപ്പോർട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് 30-ലധികം രാജ്യങ്ങളിൽ ഞാൻ യാത്ര പോയിട്ട് എൻ്റെ സ്വന്തം പൈസക്ക് യാത്ര പോയത് ഞാൻ സ്വന്തമായിട്ടൊരു രാജ്യം കണ്ടണമെന്ന് ചോദിച്ചാൽ ഒരു ഖുദ്സ് യാത്ര, അതുപോലെ ഒരു ഉംറ യാത്ര, പിന്നെ ഇപ്പോൾ ഒരു ഹജ്ജ് യാത്രയും. ഇങ്ങനെ 3 യാത്രക്കാണ് ഞാനും ഭാര്യയും കൂടി എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് പോയത്. ബാക്കി ഞാൻ ഈ പറഞ്ഞതിൽ അല്ലാതെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ 30-ലധികം രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചതൊക്കെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ഒരു ശിഷ്യനാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന കോൺഗ്രസ് മന്ത്രി ചവാന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താനും അതുപോലെ തന്നെ ഗുലാം നബി ആസാദിൻ്റെ പ്രഭാഷണം പരിഭാഷപ്പെടുത്താനും നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാറെ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി ഫൈസി ഉസ്താദ് സ്വപ്നം കാണാൻ വേണ്ടി പറഞ്ഞത്. ആ പ്രസംഗം പരിഭാഷപ്പെടുത്താനും മോഡിജിയുടെ അടുക്കൽ ജോർഡാനിലെ രാജാവ് വന്നപ്പോൾ ഔദ്യോഗികമായി മോഡിജിയെ കണ്ട് രാജാവിൻ്റെ കൂടെ സംസാരിക്കാനും പിന്നീട് CAA-യുമായി അരമണിക്കൂറിലധികം മോഡിജി കേൾക്കെ ഹിന്ദിയിൽ CAA പറ്റിക്കൊണ്ട് സംസാരിച്ച് അവസാനം പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശമൊക്കെ കൃത്യമായി മനസ്സിലാക്കി, ഇനി നിർത്തണം എന്ന് പറഞ്ഞപ്പം മാത്രമാണ് ഞാൻ നിർത്തിയത്. അതുപോലെ അമിത് ഷാജിയോട് സംസാരിച്ചു. അദ്ദേഹം സംസാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നു, എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഗുരുവിൻ്റെ ആ സാന്നിധ്യം കൊണ്ടാണ്. ഞാൻ ശൈഖുന ഉസ്താദിൻ്റെ കൂടെയാണ്. പക്ഷേ വിഷയങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കുന്ന അമിത് ഷാജി എഴുന്നേറ്റ് വന്നു, എൻ്റെ തോളിൽ തട്ടി തൊട്ടപ്പുറത്തിരിക്കുന്ന ഉസ്താദിനെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ഈ കഴിവൊക്കെ കിട്ടിയത് നിങ്ങളുടെ ഉസ്താദിൻ്റെ വകയാണ്. ഞാൻ പറഞ്ഞു, ഞാനത് ഇന്ന് മനസ്സിലാക്കുന്നതല്ല, എന്നും ഞാനത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വൈജ്ഞാനികമായ പുരോഗതി ഉണ്ടായോ, സാമ്പത്തിക പുരോഗതി ഉണ്ടായോ? ഞാൻ ഇതുവരെ യാത്ര ചെയ്തിരുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്തു പോയിരുന്നത് മർക്കസ് നൽകിയ കാറിലാണ്. ഇപ്പോൾ 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഒഫീഷ്യൽ കാർ. എനിക്ക് ഹജ്ജ് ചെയർമാൻ എന്നുള്ള ആ ടൈറ്റിലിനേക്കാൾ, ഇനി മറ്റേതെങ്കിലും ടൈറ്റിലിനേക്കാൾ മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി ഷീല തോമസ് ഉള്ള കാലത്ത് പള്ളി മദ്രസ സെൻസസ് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് എന്നെ എടുത്തിരുന്നു. ഞാൻ ഗവൺമെൻറ് തലത്തിൽ ഔദ്യോഗികമായി ഒരു വേദിയിൽ പോകുന്നതോ മെമ്പറാകുന്നതോ അന്ന് ആദ്യമാണ്. പിന്നെ എനിക്ക് ഇത്തരം പരിപാടി ഒന്നും തന്നെ വേണ്ട എന്ന് തീർത്തു പറഞ്ഞതാണ്. ഈ പ്രപ്പോസൽ എൻ്റെ മുന്നിൽ ഞങ്ങളുടെ സംഘകുടുംബത്തിലെ മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളും SYS-ൻ്റെ നേതാക്കളും ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരും ഒക്കെ പറഞ്ഞപ്പോൾ അവരോടൊക്കെ നോ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. AP ഉസ്താദ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മറ്റെല്ലാവരും കൂടി പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാനത് ഏൽക്കൂലായിരുന്നു. അത് ഞാനൊരു സ്വാത്വികനാണ് എന്നതിൻ്റെ തെളിവായിട്ടോ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കാനോ അല്ല. എനിക്ക് ജീവിതത്തിൽ എൻ്റേതായ ചില റൂട്ടുകളുണ്ട്.
എനിക്ക് പ്രസംഗിക്കാൻ ആരെങ്കിലും എഴുതി തന്നാൽ പോരാ, എനിക്ക് പത്രം മറ്റാരെങ്കിലും വായിച്ച് കേട്ടാൽ പോരാ, എനിക്ക് കിതാബ് കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോൾ തൽക്കാലം അവിടെ ചെന്ന് ഷാരിഹ് എന്താ പറഞ്ഞത്, ഹാഷിയൽ എന്താ ഉള്ളത്, ഇത് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ പോരാ. മറ്റുള്ളവരൊക്കെ അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ലോണം സ്വന്തം തന്നെ വായിക്കേണ്ടത് വായിച്ചും കേൾക്കേണ്ടത് കേട്ടും മുത്താല ചെയ്തത് മുത്താല ചെയ്തും രാവിലെ കൃത്യമായി ഞാൻ ഷുഗർ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അന്ന് മുതൽ 1.5 മണിക്കൂർ വ്യായാമം കൃത്യമായി ചെയ്യുന്ന ആളാണ്. അത് മുടങ്ങാതെ ഭക്ഷണത്തിൽ ചില നിയന്ത്രണം, ഇതൊക്കെ കൃത്യമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർബന്ധം കൊണ്ട് സെയ്ദ് സഖാഫി നേരത്തെ പറയുകയുണ്ടായി, കണ്ടാൽ ക്ഷീണിച്ച് ഒരവശനെ പോലെയാണ്. അത് അദ്ദേഹം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പാറക്കണ്ടിയുടെ ബെഞ്ച്, മർഹൂം പാറക്കണ്ടിയുടെ ബെഞ്ച് അതിന് സാക്ഷിയാണ്. കാരണം എത്രയോ ദിവസം മർക്കസിൽ നിന്ന് അരീക്കോട് വഴി ബസ്സിൽ ഇറങ്ങിയാൽ ഞാൻ ചുള്ളിക്കോടേക്ക് ജീപ്പ് ഉണ്ടെങ്കിൽ പോലും കയറൂല. കുറേ നേരം അവിടെ അദ്ദേഹം ഇല്ലെങ്കിൽ അപ്പുറത്ത് മർഹൂം കമ്മുട്ടിയാജി ഞങ്ങളുടെ ഇസ്സത്തിൻ്റെ ട്രഷററായിരുന്നു. ഇടക്കൊന്ന് പറയുകയാണ്, ഈ വരുന്ന ജനുവരി 17, 18, 19 തീയതികളിൽ ഇസ്സത്തിൻ്റെ 30ാം വാർഷിക സമ്മേളനം നടക്കുകയാണ്. ഇൻഷാ അല്ലാ ആരോഗ്യവും മറ്റുമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ, ഇന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ തൊവ്വലല്ലാഹു ഉംറഹു ഉസ്താദ് അടക്കം സംബന്ധിക്കുന്ന പരിപാടിയാണ്. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് തന്നെ ദിവസങ്ങളോളം പല രീതിയിലുള്ള പരിപാടികളുണ്ട്. അതൊക്കെ നിങ്ങളെ അറിയിക്കും. എല്ലാ പരിപാടികളും വിജയിപ്പിക്കണം എന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്സത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ വിശ്രമിച്ച് പോകുന്നൊരവസ്ഥയാണ്. എന്താ ഒരു ഒച്ച കേൾക്കണം? അപ്പോൾ ഇസ്സത്തിൻ്റെ സ്ഥാനം അതിലേക്ക് വന്നു. മസ്ജിദ് സുലൈമാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അറബികൾ അവിടെ കൊണ്ടുവന്നു. ഇവിടുന്ന് നോക്കും, അവർ അങ്ങോട്ട് അപ്പുറത്തെ പള്ളിക്ക് നോക്കും. കാണാതെ കൊണ്ടുവന്ന ദിവസമുണ്ട്. അതൊക്കെ തുറന്നു പറയണതിനൊന്നും ഒരു പ്രയാസമുള്ളതല്ല. കാണാതെ തന്നെ ഒരുപാട് അറബികൾ ഇവിടെ വന്നു പോയി ഞങ്ങൾ ചെയ്തു തരാമെന്നറിയും. പിന്നെ ആരെങ്കിലും ഇവിടുന്ന് മുടക്കും, അപ്പുറത്തൊരു പള്ളിയുണ്ട്, ഫോട്ടോ എടുത്തിട്ട് വിട്ടുകൊടുക്കും. അവർ പറയും അത് അവിടെ നടക്കൂല എന്ന് പറയും. അവസാനം മുസ്ലിം ലീഗുകാരനായിരുന്ന ബഹുമാനപ്പെട്ട KP സുലൈമാനാജി, അല്ലാഹു തആല അദ്ദേഹത്തിന് തൗഫീഖ് കൊടുത്തു, കീശേരിയിൽ ഒരു പള്ളി ഉണ്ടാക്കണം. ആ പള്ളി ഉണ്ടാക്കാൻ സുലൈമാനാജിയുടെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ സുലൈമാനാജിയെ ഇതുമായി ബന്ധപ്പെടുത്തിയ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചത് സുലൈമാനാജിയുടെ കൂടെ നിന്ന് മുത്തന്നൂർ തങ്ങളാണ്. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമാറാവട്ടെ. ഇപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇടക്കിടക്കൊക്കെ വരാറുണ്ട്. ഇങ്ങനെ എല്ലാ ബന്ധവുമുണ്ട്. അതേസമയം സ്ഥാനത്തിനോടൊട്ടും താല്പര്യമില്ല. ഈ സൗകര്യങ്ങൾക്കൊക്കെ വിരുദ്ധമാവോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. പക്ഷേ അവസാനം AP ഉസ്താദ് പറഞ്ഞു, ഇപ്പം നിങ്ങൾ തന്നെ നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ ഉയർച്ചയുടെയും അടിസ്ഥാനം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വരെ അത് പറഞ്ഞു എന്നാപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏൽക്കേണ്ടി വന്നു. എനിക്കാകണ്ടായിരുന്നൊരു പേടി, ഞാൻ ചെയർമാനാണെന്ന് ഇവരൊക്കെ തീരുമാനിച്ചാലും ആളുകളുടെ സപ്പോർട്ട് കിട്ടുമെന്നായിരുന്നു. പക്ഷേ വല്ലാത്ത അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ AP ഉസ്താദിൻ്റെ കറാമത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ, മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും. ഞാൻ അതിലിടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നാടിനും ദീനിനും
സ്വന്തം ദുനിയാവിനും ആഖിറത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് എല്ലാതരം വ്യത്യാസങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ആ ദുആയിൽ ഒതുക്കുകയാണ്. അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കക്ഷി ചേരാൻ ഒരിക്കലും നേരത്തെ ആഗ്രഹിക്കാത്ത ആളാണ്. പ്രത്യേകിച്ച് ഹജ്ജ് ചെയർമാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഉണർത്തുകയാണ്. ഉമർ ഫൈസി ഉസ്താദ് അവർകൾ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം. കാരണം ഉമർ ഫൈസി ഉസ്താദ്, അമ്പലക്കടവ് ഉസ്താദ്, ബഹാവുദ്ദീൻ ഉസ്താദ്, പൂക്കോട്ടൂർ അബ്ദുൽ സമദ് സാഹിബ്, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ, ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തുകയല്ല, ഒരു ഘട്ടത്തിൽ അവരൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസംഗ വിഷയമാക്കി നന്നായി സംസാരിച്ചവരാണ്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, മെമ്പറായപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച ആദ്യത്തെ ആള് അബ്ദുസമദ് സാഹിബ് പൂക്കോട്ട്. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുക്കാൻ പോണ മീറ്റിങ്ങിലേക്ക് ഞാൻ കടക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു. വൈകുന്നേരം വിളിച്ചു, നാസർ ഫൈസി കൂടത്തായി വിളിച്ചു. അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിൽ അമ്പലക്കടവ് മെസ്സേജ് അയച്ചു. അതുപോലെ ET മുഹമ്മദ് ബഷീർ MP എടുക്കപ്പെട്ടു. 11-ാം തീയതി ഞാൻ മർക്കസിലെത്തിയപ്പോഴേക്ക് ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി, കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി എന്നുള്ള ബോർഡ് വെച്ച ഇന്നോവ കാറും വന്നു. പിറ്റേത് തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ മർക്കസിൽ വന്നു. പുതിയ AS ജാഫർ സാഹിബ്, അദ്ദേഹം അടക്കം അന്ന് മർക്കസിൽ ഒന്നാം ഘട്ട സാങ്കേതിക ക്ലാസ്സിലെ കോഴിക്കോട് ജില്ലയിലെ അവസാനത്തെ ക്ലാസ്സും കൂടിയായിരുന്നു. ഇവരെല്ലാവരും കൂടി ഞങ്ങൾ എന്ത് ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ് ഉസ്താദ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഫൈസി ഉസ്താദ് ഉണ്ട് എന്നത് ആ കൂട്ടത്തിൽ എനിക്ക് അതിലേറെ ധൈര്യമായി. കാരണം 2 ടേം തുടർച്ചയായി ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി. 2018 പ്രളയകാലത്ത് 1000-ലധികം ഹാജിമാരെ ഹജ്ജ് മുടങ്ങുന്നൊരവസ്ഥ വരും എന്ന് ഈ വെള്ളപ്പൊക്കം കാരണമായിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അന്ന് വളരെ പെട്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ഒന്നായിട്ട്, ഗ്രൂപ്പ് നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വടക്കാണോ തെക്കാണോ എന്ന് നോക്കാതെ, ചെയർമാൻ ഒരു ഉസ്താദാണ്, ഞങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് എന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഉസ്താദാണ് അവരൊക്കെ മോശക്കാരാണ് എന്ന് ചെയർമാൻ ചിന്തിക്കാതെ, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ ഈ ഹാജിമാരെ മുഴുവൻ 50ഓളം ബസ്സുകൾ ഏർപ്പെടുത്തി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ കൃത്യസമയത്ത് ഹജ്ജിനെത്തിക്കാൻ കഴിഞ്ഞത് അന്നത്തെ ഹജ്ജ് കമ്മിറ്റിക്കാണെങ്കിൽ ആ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഉള്ളത് എന്നത് അന്ന് പ്രവർത്തിച്ചവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇപ്പോൾ ഉള്ളവർക്കും ഇനി ഉണ്ടാകുന്നവർക്കുമൊക്കെ നിഷ്കാമ പ്രവർത്തനം നടത്തി വളരെ ആത്മാർത്ഥമായി ഈ ഹജ്ജ് എന്ന മഹാദൗത്യം നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുവാൻ. അങ്ങനെ സി ഉസ്താദും AP ഉസ്താദും എല്ലാവരും ഉള്ളത് കൊണ്ട് ഏറ്റെടുത്തതാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഓർമ്മ വരികയാണ് ഇപ്പോഴും 50 പൈസ കയ്യിലുണ്ടെങ്കിൽ 2 ദിവസമായി ഞാനിവിടെ കക്കുണ്ടീരി മൊയ്തീൻകുട്ടി എന്നാണ് തോന്നുന്നു, പണ്ടൊരു കാപ്പി കച്ചവടം നടത്തുന്ന ആളുണ്ടായി അല്ലേ, കാപ്പി കഞ്ഞി പൂളാന്നൊക്കെ എഴുതി വെച്ച്, എനിക്ക് പേര് അങ്ങനെ ഓർമ്മ, ഏതായാലും മൊയ്തീന്നയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പീടിയെ പോയി എന്തെങ്കിലും ഒരുക്ക പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ 25 പൈസയും കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു അര പൂള വാങ്ങും, ബാക്കി പിറ്റേന്ന് വെക്കും. ഇതായിരുന്നു അവസ്ഥ. അവിടെ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരുപാട് ഉയർച്ച തന്നു. ആ ഉയർച്ചക്കൊക്കെ സാമ്പത്തികമായി ഉയർന്നവരുണ്ട്, അതുപോലെ സാമൂഹികമായി ഉയർന്നവരുണ്ട്. എല്ലാറ്റിനും നമ്മൾ കടപ്പെട്ടത് അല്ലാഹുവിനോടാണ്.
ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഉസ്താദുമാരുടെയൊക്കെ നിർബന്ധത്തിന് പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്, അതുപോലെ വിശിഷ്യ നമ്മുടെ ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ്, അവരൊക്കെ ശക്തമായി സപ്പോർട്ട് ചെയ്ത് ഈ എന്നെക്കൊണ്ട് ഇത് ചെയ്യാനാകും എന്ന് വിശ്വസിച്ചേൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, തീർച്ചയായിട്ടും ഈ ഉത്തരവാദിത്വം ചെയർമാൻ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം നിർവഹിക്കാൻ പറ്റിയതല്ല. ഇതിന് നല്ല ആരോഗ്യം വേണം, നല്ല പോളിസി അറിയണം, ആളുകളോട് ബന്ധപ്പെടാൻ അറിയണം. ഇപ്പം തന്നെ എത്ര ആളുകളായി എന്നെ വിളിച്ചിട്ട്, നേരത്തെ അമ്മോക്കർ സാഹിബ് പറഞ്ഞതിൻ്റെ അപ്പുറം എൻ്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകളും, എന്നാൽ പഞ്ഞുപ്പൻ്റെ കൂടെ അമ്മക്കൊക്കെ ഫ്രീ ആയിട്ട് ഹജ്ജിന് പോകാലോ. അതിൻ്റെ പുറമെ തന്നെ എന്താക്കിയിട്ടുണ്ടെന്നറിയോ, പല ആളുകളും കവറ് ഒരുമിച്ചാക്കാൻ പറ്റണം, ഒരേ വിമാനത്തിലാക്കണം. പോലീസുകാരിൽ പലരും ബന്ധപ്പെട്ടുകൊണ്ട്, അതങ്ങനെ പറയുന്നതല്ല, പോലീസുകാർക്ക് ഒരു അധികാരമുണ്ട് വളണ്ടിയറായി പോകാനുള്ള, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് വരെ ആ രീതിയിലൊക്കെ ഇപ്പം തന്നെ ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞത്, ഞാൻ ചാർജ് ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പം എനിക്കൊന്നും അറിയൂല, സത്യമാണ്, അറിയൂല എന്ന് പറയാൻ ഒരു പേടിയുമില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് മീറ്റിംഗ് വിളിച്ചത് തന്നെ 21-ാം തീയതിക്കാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ, എന്നിട്ട് ഹജ്ജ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയർമാന് സവിശേഷമായി എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഹാജിമാർക്ക് ചെയ്യാൻ പറ്റിയ സഹായമാണോ, നിങ്ങൾ പേടിക്കണ്ട, ചെയ്യാൻ പറ്റിയ എല്ലാ പോസിബിൾ ഹെൽപ്പും ഡെഫിനിറ്റ്ലി ഞാനത് ചെയ്യും. നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കതിനേക്കാളും പ്രധാനമായി നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഒരു സ്വീകരണം കൊടുക്കണം എന്നുള്ള നിർബന്ധം ദയവേത് നിങ്ങൾ ഉപേക്ഷിക്കണം. ഞാൻ അതിന് തയ്യാറല്ല. ഇത് നാട്ടുകാർ ഒരുക്കി ഒരു സ്വീകരണമായതുകൊണ്ട് വന്നതാണ്. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകരോട്, ഇത് പൗരാവലിയുടേതാണെങ്കിലും സംഘടനാ പ്രവർത്തകരോട്, സ്ഥാപന ഭാരവാഹികളോടൊക്കെ പറയുകയാണ്, പുതിയ ഹജ്ജ് കമ്മിറ്റി ചെയർമാന് സ്വീകരണം കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ദയവേത് വിളിക്കരുത്. ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള, അഥവാ ഹജ്ജ് 2025 ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള കുറഞ്ഞ സമയമേ ഇനിയുള്ളൂ. ഈ സ്വീകരണം ഏർപ്പെടുത്തിയിട്ട് അവർക്ക് സേവനം ചെയ്യാനുള്ളത് വരെ മുടങ്ങാൻ അത് കാരണമാകരുത് എന്ന് മാത്രം നിങ്ങളോടെല്ലാവരോടും ഉണർത്തി, നിങ്ങളോട് അവസാനത്തെ അപേക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേര് കൊണ്ടൊരു കാര്യമില്ല. ഈ പേര് വിജയിക്കണമെങ്കിൽ, ഇത് ഇസ്സത്താകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ദുആ വേണം. മാത്രമല്ല നിങ്ങളുടെ എല്ലാ സഹായവും വേണം, സഹകരണവും വേണം. അതിന് നിങ്ങളൊക്കെ തയ്യാറാകണം. നിങ്ങളുടെ ആ സഹായവും അതുപോലെ സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൗരാവലി നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔപചാരിക ആയതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്ദി പറയേണ്ടത് ഇല്ല എന്ന് വരെ തോന്നുന്ന ആളാണ് ഞാൻ. ഏതായാലും ഈ സ്റ്റേജ് ഒരുക്കാൻ, ഇതിന് ലൈറ്റിംഗ് സംവിധാനവും സൗണ്ട് സംവിധാനവും ഒക്കെ ഒരുക്കാൻ പലരും ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട്. അല്ലാഹു തആല ഇവിടെ വന്നവർക്ക്, ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ 2025 ഒരുപാട് ആളുകൾ ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 15,000+ 15,000-ലും അധികം ആളുകൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും കുറേ ആളുകൾ, കഴിഞ്ഞ വർഷം 18,200 ആളുകൾ ഹജ്ജിന് സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ ഇനി എത്ര പേർക്ക് കിട്ടും എന്ന് ഇപ്പം പറയാൻ പറ്റൂല. എല്ലാവർക്കും, അത് ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നും ബൈത്തുൽ അത്തീഖ് ലക്ഷ്യമാക്കി ഹജ്ജിനും ഉംറക്കും അതുപോലെ മദീനയിലേക്ക് സിയാറത്തിനുമൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ആ കർമ്മങ്ങളെല്ലാം മഖ്ബൂലും മബ്റൂറുമായി ചെയ്ത് പൂർത്തിയാക്കി വരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാർ, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, നന്മകളിൽ നമ്മെ സഹായിക്കുന്നവർ, നന്മകളിൽ നമ്മോട് സഹകരിക്കുന്നവർ തുടങ്ങി എല്ലാവർക്കും എല്ലാവിധ ഇഹപര വിജയങ്ങളും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്ന് കൂടിയവരൊക്കെ, ഈ സ്റ്റേജിലുള്ളവരൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ്. എനിക്ക് തോന്നുന്നത് ളുയൂഫുർ റഹ്മാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഇപ്പം തന്നെ ചെയ്യാൻ കഴിഞ്ഞല്ലോ.
എന്ന ആ ഒരൊറ്റ നല്ല ഉദ്ദേശം കൊണ്ട് അവർ വന്നത്. അതുപോലെ സദസ്സിലിരിക്കുന്ന ആളുകൾ തിരക്ക് കുറഞ്ഞവരല്ല. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ബറക്കത്തും നൽകുമാറാവട്ടെ.